കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നു CBI. തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും KA രതീഷുമാണ് കേസിലെ പ്രതികൾ. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, KA രതീഷിന് പുറത്തേക്കുള്ള വഴി കൂടി തുറക്കുകയാണോ? ഡോക്ടറിന് അങ്ങനെ കരുതേണ്ടി വരും. കാരണം അഴിമതി കേസിൽ, ഗൗരവതരമായ അഴിമതി കേസിൽ, അത് ഏതാണ്ട് 600 കോടി രൂപയുടെ അഴിമതി കേസിൽ പ്രതിയായ KA രതീഷിനെതിരായ കുറ്റപത്രമാണ് CBI തിരുവനന്തപുരം പ്രത്യേക തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇത് KA രതീഷും ഒന്നാം പ്രതിയാണ്, മൂന്നാം പ്രതിയാണ് R ചന്ദ്രശേഖരൻ. ഇവരെ നേരത്തെ തന്നെ പ്രതിയാക്കിയിരുന്നു. ഇവർക്കെതിരായ കുറ്റപത്രം കൂടിയാണ് കോടതിയിൽ CBI നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് വിചാരണ തിരുവനന്തപുരത്തെ പ്രത്യേക CBI കോടതിയിൽ നിന്ന് എറണാകുളത്തെ പ്രത്യേക CBI കോടതിയിലേക്ക് മാറ്റണമെന്ന അപേക്ഷ കൂടി CBI കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പാലിച്ച്, അതായത് പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന സർക്കാർ നൽകിയതിനു ശേഷം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് അതിവേഗം അനുബന്ധ കുറ്റപത്രം നൽകുകയും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു എന്ന കാര്യമാണ് CBI ഹൈക്കോടതി അറിയിച്ചത്. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ കുറ്റപത്രം നൽകി എന്നടക്കമുള്ള കാര്യങ്ങൾ CBI വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ 13(1)D പ്രകാരമുള്ള കുറ്റം, അധികാര ദുർവിനിയോഗം കൂടി ചുമത്തിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് 4 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത് R ചന്ദ്രശേഖരനും KA രതീഷിനും എതിരെ കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്. ഇക്കാര്യം കൂടിയാണ് CBI ഹൈക്കോടതി അറിയിച്ചത്. നേരത്തെ തന്നെ കടകംപള്ളി മനോജ് നൽകിയ കോടതി ലക്ഷ്യ ഹർജിയിൽ ആണ് സംസ്ഥാന സർക്കാർ വലിയ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ഇതിലുള്ള ഒരു പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. മാത്രമല്ല, അത്തരമൊരു കാര്യത്തിൽ ആ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതിന് ശേഷം ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എന്ന്. ഇപ്പോൾ 3 പ്രധാനപ്പെട്ട തസ്തികകളിലാണ് KA രതീഷ് ഇരിക്കുന്നത്. അഴിമതിയിൽ കുറ്റാരോപിതനായ ഒരാൾ എങ്ങനെയാണ് ഈ 3 തസ്തികകളിലും ഇരിക്കുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറി, അതേപോലെ റൂട്രോണിക്സിന്റെ MD, ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് CEO, ഈ 3 പദവികളാണ് KA രതീഷ് വഹിക്കുന്നത്. 600 കോടി രൂപ നഷ്ടമുണ്ടാക്കിയ കേസിലാണ് ഇപ്പോൾ CBI കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. ആ കേസിൽ ഒന്നാമത്തെ പ്രതിയാണ് KA രതീഷ്. ഖാദി ബോർഡ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ തുടരുന്നു. അതേസമയം തന്നെ റൂട്രോണിക്സിന്റെ MD ആണ്. അതേസമയം ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് CEO പദവി. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പദവികളാണ് KA രതീഷ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KA രതീഷ് പദവിയിൽ നിന്ന് ഒഴിയാൻ പോകുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു. മുഖ്യമന്ത്രി KA രതീഷിനോട് ഈ 3 പദവികളിൽ നിന്നും ഒഴിയാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.